നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8. ഹൃദയങ്ങളിൽ നിന്നും ഹൃദയങ്ങളിലേക്ക്. ഹൃദയങ്ങളിൽ നിന്നും ഹൃദയങ്ങളിലേക്ക്. സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയത്തിന്റെ കീഴിൽ കമ്മ്യൂണിറ്റി റേഡിയോ അസോസിയേഷൻ നിർമ്മിക്കുന്ന അടൽ വയോ അഭ്യോദയ യോജന അടിസ്ഥാനമാക്കിയിട്ടുള്ള പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ. എപ്പിസോഡ് 22. അടിയന്തര തയ്യാറെടുപ്പ്. ശബ്ദം നൽകിയവർ മുത്തച്ഛൻ RJ നാഥ്, സുഹൃത്ത് പ്രവീൺ തിരുമുറ്റത്ത്, കൊച്ചുമകൾ ഹേന. ശബ്ദമിശ്രണം ശിവപ്രിയൻ. നാളെ കൊയ്യാം എന്ന് കേട്ടിട്ടില്ലേ? ആരോഗ്യം സൂക്ഷിച്ച നാളെ അസുഖം വന്നതിന് ശേഷം വ്യായാമം ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ടേ സുംബ ആരോഗ്യത്തിന് നല്ലൊരു വ്യായാമമാ. അപ്പോ മുത്തച്ഛന്റെ യോഗ സെഷനോ? ഓ, അതും നടക്കുന്നുണ്ട്. പക്ഷേ ഇതൊരു വെല്ലുവിളിയാണ്. അത് ഞങ്ങൾ അങ്ങ് ഏറ്റെടുത്തിരിക്കുക, അല്ലേ സുധാകര? നിങ്ങൾ രണ്ടുപേരും എപ്പോഴും രസകരമായ എന്തെങ്കിലും ചെയ്യുന്നത് പതിവാണല്ലോ. ഞങ്ങളൊരു പന്തയം വച്ചു. ആരാണോ ആദ്യം ക്ഷീണിതനാകുന്നത് അയാൾ ഹൽവ 2 പേർക്കുമായിട്ടുണ്ടാക്കണം. ഹൽവയോ? 2 പേർക്കും പ്രമേഹമുള്ള കാര്യം മറന്നോ? ഇന്ന് ഞങ്ങൾ അതങ്ങ് ഒഴിവാക്കാമെന്ന് കരുതി. ഏത് പ്രമേഹമുണ്ടെന്നുള്ള ആ ചിന്ത. അതുകൊണ്ട് ഹൽവ കഴിക്കാമെന്ന് കരുതി. എത്രയെന്ന് വെച്ചാ മധുരം കഴിക്കാതിരിക്കുന്നത്? അപ്പോ പുതിയ തലമുറയുടെ ശീലങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ നിന്നും ശീലിച്ചിരിക്കുന്നു അല്ലേ? മോളെ, നീയും കൂടെ ഞങ്ങളൊപ്പം കൂടുന്നുണ്ടോ? ഇല്ല മുത്തച്ഛ, ഞാനില്ല. ബാഡ്മിന്റൺ കഴിഞ്ഞ് എത്തിയതല്ലേ ഉള്ളൂ. അത് എനിക്കറിയാം മോളെ. നിന്നെ ഒന്ന് കളിയാക്കിയതല്ലേ. നീ കൂടി ചേർന്നാൽ അലുവ നിനക്കും കൂടി പങ്കുവയ്ക്കണമല്ലോ. ഇവിടെ ഞങ്ങൾക്ക് തന്നെ അത് തികയുന്നില്ല. ഓ, എന്തൊരു തമാശ. മോളെ, സമയമുണ്ട്, വേണമെങ്കിൽ നീയും കൂടെ കൂടിക്കോ. അപ്പോൾ ഹൽവ? അതെന്തോ പറയാൻ, അത് ഞങ്ങൾ അങ്ങ് കഴിക്കും, അത്ര തന്നെ. 2 പേരും ഇന്ന് എന്തോ മാറി കഴിച്ചതുപോലുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ സംസാരിക്കുമോ? ഏയ്, ഞങ്ങൾ ഒന്നും ഇതുവരെ കഴിച്ചിട്ടില്ല. പക്ഷേ ഇനി ഞങ്ങൾ കഴിക്കും, അല്ലേ സുധാര? എന്ത്? സുധാരോ? ഹലുവ, ഹലുവ. എന്റെ ദൈവമേ, ഞാൻ പോകുന്നു. നിൽക്ക് മോളെ, ഇനി തമാശ വേണ്ട. ഞങ്ങൾക്ക് നിന്റെ സഹായം ആവശ്യമാണ്. ഓ, ഹൽവ ഉണ്ടാക്കാനായിരിക്കും അല്ലേ? അതിനല്ല മോളെ, നമ്മുടെ ജീവിതമാകുന്ന ഹൽവ സമാധാനമായി ആസ്വദിക്കുവാൻ നിന്റെ സഹായം ഞങ്ങൾക്ക് ആവശ്യമാണ്. ഞങ്ങൾ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് നിന്റെ ജീവിതവും അനായാസമാക്കും. അല്ല, നിങ്ങൾ രണ്ടും എന്തിനെ കുറിച്ചാണ് ഈ സംസാരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നതേ ഇല്ല. ഞങ്ങൾ വിശദീകരിക്കാം. പക്ഷേ എന്തു പക്ഷേ? മോളെ, ആദ്യം നീ ഒരു കാര്യം ചെയ്യണം. പറയൂ മുത്തച്ഛ, ഞാൻ എന്താ ചെയ്യണ്ടേ? അത് നീ ഒന്ന് പറഞ്ഞു തീർക്കും മുത്തച്ഛ. ആദ്യം നീ
ഹൽവയുണ്ടാക്കണം. ഇതെന്തോ കുഴപ്പമാണല്ലോ. രണ്ടുപേർക്കും കാര്യമായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട്, അത് ഉറപ്പാ. മോളെ, ഇന്ന് ഞങ്ങളൊരു തീരുമാനമെടുത്തു. ഇപ്പോൾ മോൾ പറയണം ഞങ്ങൾ ചെയ്യുന്നത് ശരിയാണോ എന്ന്. എന്താണെന്നറിയാവോ? പുതിയ തലമുറയെ സ്മാർട്ടാണ്. അതിനെന്താ സംശയം? എന്ത് സഹായമാണ് ഞാൻ ചെയ്യേണ്ടത്? നിനക്കറിയാമല്ലോ, ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെട്ടിട്ട് റിട്ടയർമെന്റ് കഴിഞ്ഞാണ് വീട് പണിതത്. അത് നമ്മുടെ തലമുറയിലെ മിക്കവരുടെയും കഥ ഇങ്ങനെ തന്നെയാണ്. ശരി, അതുകൊണ്ട് അതെ, നിങ്ങൾ കാണുന്നത് പോലൊരു ജീവിതം ഞങ്ങൾ കണ്ടിട്ടില്ല. ഞങ്ങൾ ജീവിതം എങ്ങനെ കാണുന്നു എന്നാണ് മുത്തച്ഛൻ പറഞ്ഞു വരുന്നത്. മോളെ, നിങ്ങൾ ജീവിതം ആസ്വദിക്കുന്നു, നിങ്ങൾ ഉത്തരവാദിത്തങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുന്നു. പോരാത്തതിന് സ്വന്തം സന്തോഷത്തിന് മുൻഗണന കൊടുക്കണമെന്ന് നിങ്ങൾക്കറിയാം. ഞങ്ങളുടെ മുൻഗണന കുടുംബത്തിനും ജോലി സ്ഥലത്തുമായിരുന്നു. ഈ കാലഘട്ടത്തിലെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഞങ്ങൾ ഒരിക്കലും ഭാവിയെക്കുറിച്ച് യഥാർത്ഥത്തിൽ ആസൂത്രണം ചെയ്തിട്ടേയില്ല എന്ന് ഞങ്ങളിപ്പോൾ മനസ്സിലാക്കുന്നു. ഞങ്ങൾ ഇനി തെറ്റിദ്ധരിക്കല്ലേ മോളെ. മക്കൾ ഞങ്ങളെ സംരക്ഷിക്കുന്നില്ല, പരിപാലിക്കുന്നില്ല എന്നല്ല. പക്ഷേ എനിക്ക് മനസ്സിലാകുന്നുണ്ട് അങ്കിൾ. നിങ്ങൾ എന്ത് തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിലും അത് ശരിയായ തീരുമാനമായിരിക്കും, സംശയമില്ല. മോളെ ലക്ഷ്മി, നീ ആദ്യം ഞങ്ങളുടെ പ്ലാൻ എന്താണെന്ന് കേക്ക്, എന്നിട്ട് ഒരഭിപ്രായം പറ. ശരി, പക്ഷേ അതിനു മുൻപ് ഒരു കാര്യം ചെയ്യാനുണ്ട്. എന്താ അത്? ഹൽവ കഴിക്കണം. അപ്പോൾ നിങ്ങളൊരു നാടൻ പാട്ട് കേട്ടിരിക്കൂ. ഞാൻ ദേ പോയി ദാ വന്നു. തുഞ്ചൻ പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ്ണ കിളി പറന്നേ, തുഞ്ചൻ പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ്ണ കിളി പറന്നേ. കേൾക്കണോ പ്രിയ കൂട്ടരെ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. കേൾക്കണോ പ്രിയ കൂട്ടരെ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. തുഞ്ചൻ പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ്ണ കിളി പറന്നേ, തുഞ്ചൻ പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ്ണ കിളി പറന്നേ. കേൾക്കണോ പ്രിയ കൂട്ടരെ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. കേൾക്കണോ പ്രിയ കൂട്ടരെ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. കൊച്ചി കണ്ട് കോട്ട കണ്ട് കൊച്ചിയിലടി മുഖം കണ്ടേ, ഒരു കൊച്ചിക്കാരി പെണ്ണിനെ കണ്ടേ. കൊച്ചി കണ്ട് കോട്ട കണ്ട് കൊച്ചിയിലടി മുഖം കണ്ടേ, ഒരു കൊച്ചിക്കാരൻ പെണ്ണിനെ കണ്ടേ. കേൾക്കണോ പ്രിയ കൂട്ടരെ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. കേൾക്കണോ പ്രിയ കൂട്ടരെ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. കൊല്ലം കണ്ട് ഇല്ലം കണ്ട് ആലപ്പുഴയും കണ്ടേ, അമ്പലപ്പുഴ വേലയും കണ്ടേ. കൊല്ലം കണ്ട് ഇല്ല കണ്ട് ആലപ്പുഴയും കണ്ടേ, അമ്പലപ്പുഴ വേലയും കണ്ടേ. കേൾക്കണോ പ്രിയ കൂട്ടരെ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. കേൾക്കണോ പ്രിയ കൂട്ടരെ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ,
കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. കേൾക്കണോ പ്രിയ കൂട്ടരെ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. ആലുവ മണപ്പുറത്ത് ശിവരാത്രി മഹോത്സവം കണ്ടേ, ആലുവ പുഴയും കണ്ടേ. ആലുവ മണപ്പുറത്ത് ശിവരാത്രി മഹോത്സവം കണ്ടേ, ആലുവ പുഴയും കണ്ടേ. കേൾക്കണോ പ്രിയ കൂട്ടരെ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. കേൾക്കണോ പ്രിയ കൂട്ടരെ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. തുഞ്ചൻ പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ്ണ കിളി പറന്നേ, തുഞ്ചൻ പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ്ണ കിളി പറന്നേ. കേൾക്കണോ പ്രിയ കൂട്ടരെ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. കേൾക്കണോ പ്രിയ കൂട്ടരെ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8. ഹൃദയങ്ങളിൽ നിന്നും ഹൃദയങ്ങളിലേക്ക്. ഹൃദയങ്ങളിൽ നിന്നും ഹൃദയങ്ങളിലേക്ക്. നമസ്കാരം സുഹൃത്തുക്കളെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ വയോധികർ നമ്മുടെ അഭിമാനം വയോമിത്ര എപ്പിസോഡ് 22, അടിയന്തര തയ്യാറെടുപ്പ്. ഞാൻ ഭരതൻ മുത്തച്ഛൻ, എന്റെ കൂടെ ലക്ഷ്മി മോളും ഉണ്ട്. തീർച്ചയായും മുത്തച്ഛ, നമ്മുടെ വയോധികർ തണൽ നൽകുന്ന വൃക്ഷങ്ങളെ പോലെയാണ്. കാലങ്ങൾ കടന്നു പോകുമ്പോൾ അവരുടെ ആവശ്യങ്ങളും വർദ്ധിക്കുന്നു. ഇന്ന് വയോജനങ്ങളുടെ ഉന്നമനത്തിനായി സർക്കാർ എന്തെല്ലാം നടപടികളാണ് സ്വീകരിക്കുന്നത് എന്നതിനെക്കുറിച്ച് കൂടുതലായി മനസ്സിലാക്കാം. നമ്മുടെ പരിപാടികളിലൂടെ ശ്രോതാക്കൾക്ക് കുറെ കാര്യങ്ങൾ ഇതിനകം മനസ്സിലായിട്ടുണ്ടെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അതെ, ഈ സംരംഭങ്ങൾ വയോധികരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ വേണ്ടി മാത്രമല്ല, അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുവാനും സന്തോഷഭരിതമാക്കുവാനും വേണ്ടിയാണ്. പ്രായമായവർക്ക് കരുതൽ മാത്രമല്ല, കൂട്ടിനായിട്ട് ആരെങ്കിലും ഉണ്ടാകണം, ബഹുമാനിക്കപ്പെടണം, മറ്റുള്ളവരെ ആശ്രയിക്കാതെ ജീവിക്കണം എന്നൊക്കെയാണ് ആഗ്രഹം. അതുകൊണ്ട് അതിനായിട്ടുള്ള ഓരോ പദ്ധതികളിലൂടെ വയോധികർക്ക് അത് എങ്ങനെ പ്രയോജനപ്പെടും എന്നും നോക്കാം. ആദ്യമായിട്ട് ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം ഫോർ സീനിയർ സിറ്റിസൺസ്. ഈ പദ്ധതി ഒറ്റപ്പെട്ട് ജീവിക്കുന്നവർക്കും ആരുടെയും കരുതലില്ലാതെ കഴിയുന്നവർക്കും പ്രയോജനപ്പെടും. ഈ പദ്ധതിക്ക് NGOകൾക്ക് വൃദ്ധസദനങ്ങൾ, പകൽ വീടുകളും മറ്റും സ്ഥാപിക്കാൻ സർക്കാരിൽ നിന്നും പിന്തുണ ലഭിക്കുന്നു. എത്രയോ വയോധികർ ഈ വൃദ്ധസദനങ്ങളിലും മറ്റും സന്തോഷകരമായും സമാധാനമായും സുരക്ഷിതരായി ഈ സംരംഭങ്ങളിലൂടെ ജീവിക്കുന്നു. മോള് പറഞ്ഞത് എത്രയോ ശരിയാണ്. പിന്നെ നമ്മുടെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന മുതിർന്ന പൗരന്മാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന സാഹചര്യങ്ങളിൽ 14567 എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. പെൻഷൻ, നിയമപരമായ പ്രശ്നങ്ങൾ, റേഷൻ കാർഡ്, ഭവന പദ്ധതികൾ, ആയുഷ്മാൻ കാർഡ് എന്നീ വിഷയങ്ങളെക്കുറിച്ചുള്ള സംശയങ്ങൾക്ക് 14567 എന്ന നമ്പറിൽ വിളിച്ചാൽ സൗജന്യ സേവനവും ലഭ്യമാണ്. അതിനർത്ഥം ഒറ്റ കോളിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഉത്തരം ലഭിക്കുമെന്നാണ് സർക്കാർ പറയുന്നത്. പിന്നെ ഒരു കാര്യം, ശരിയായ കരുതൽ വയോധികർക്ക് ലഭിക്കണമെങ്കിൽ അതിനായി പരിശീലനം നേടിയ പ്രൊഫഷണലുകൾ ആയിരിക്കണം. ഇത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് സർക്കാർ ജെറിയാട്രിക് കെയർ ഗീവേഴ്സ് ട്രെയിനിംഗ് പ്രോഗ്രാം തുടങ്ങിയത്. ഈ ട്രെയിനിങ്ങിൽ വയോധികരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് എങ്ങനെ അവരെ കരുതാമെന്ന് അവരെ പരിശീലിപ്പിക്കുന്നു. അത് കൊള്ളാം. ഇനി നമുക്ക് സേജ് പോർട്ടലിനെ കുറിച്ച് സംസാരിച്ചാലോ? ഈ മഹത്തരമായ സംരംഭത്തിൽ പ്രായമായവർക്കുള്ള സേവനങ്ങളും ഉൽപ്പന്നങ്ങളും ഒറ്റ സ്ഥലത്ത് നിന്ന് ലഭിക്കുന്നു. ഇത് വയോജനങ്ങൾക്ക് വളരെയധികം ആശ്വാസമേകുന്ന ഒന്നാണ്. തീർച്ചയായും മുത്തച്ഛ, സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവർക്ക് രാഷ്ട്രീയ വയോശ്രീ യോജന ഒരു അനുഗ്രഹമാണ്. ഈ പദ്ധതി അനുസരിച്ച് BPL വിഭാഗക്കാർക്ക് വോക്കറുകൾ, വീൽ ചെയറുകൾ, ശ്രവണ സഹായി എന്നീ ഉപകരണങ്ങൾ സൗജന്യമായി നൽകുന്നു. ലക്ഷ്മി മോളെ, വയോ അഭ്യുദയ യോജന ഞങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുണ്ട്. ഭാവിയിൽ വലിയ ബുദ്ധിമുട്ടില്ലാതെ എങ്ങനെ കഴിയണമെന്നതിനെക്കുറിച്ച്, എങ്ങനെ പ്ലാൻ ചെയ്യണമെന്നുകൂടി പറഞ്ഞു തരൂ. മോളെ, നീ പറഞ്ഞു വന്നത് തുടരൂ. അത് വിട്.
ലക്ഷ്മി മോളെ ഞങ്ങൾക്ക് വഴി കാട്ടൂ. നോക്കൂ, നിങ്ങൾ രണ്ടുപേരും എന്ത് തീരുമാനം എടുത്തതെന്ന് ഒന്ന് പറയൂ. അത് വിടൂ ലക്ഷ്മി മോളെ, അതല്പം റിസ്ക് ഉള്ള കാര്യമാണ്. പക്ഷേ അവൻ എന്നോട് പറയുന്നത് പണം നിക്ഷേപിക്കാൻ ഇതാണ് ഏറ്റവും നല്ല മാർഗം എന്നാണ്. കൂടാതെ പലർക്കും ഇതുവഴി പണം നഷ്ടപ്പെട്ടു എന്നും അവൻ പറഞ്ഞു. പക്ഷേ അത് നിക്ക് ഒരു മിനിറ്റ്. സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ചാണോ ഈ സംസാരിക്കുന്നത്? ആ അതെ. അല്ല, അത് നീ എങ്ങനെ മനസ്സിലാക്കി? ബിക്കോസ് ഐ എം ന്യൂജൻസ്. മോൾ എന്ത് പറയുന്നു അതിനെ കുറിച്ച്? നോക്കൂ മുത്തച്ഛ, ഞാൻ ജോലിക്ക് കയറിയതല്ലേ ഉള്ളൂ. എന്നിട്ടും എന്റെ ആദ്യ ശമ്പളത്തിൽ നിന്നും ഞാനൊരു നിക്ഷേപ പദ്ധതി തുടങ്ങി. ആ, അത് മോള് സ്റ്റോക്ക് മാർക്കറ്റിലാണോ തുടങ്ങിയത്? അതെ, ഓരോരുത്തരുടെയും ആവശ്യം അനുസരിച്ചായിരിക്കണം ഏത് പദ്ധതിയിൽ ചേരണമെന്നുള്ളത്. എനിക്ക് പറ്റുന്ന ഒരു പദ്ധതി നിങ്ങൾക്ക് ശരിയാവണമെന്നില്ല. അതാണ്. നോക്ക് ഭരത, ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ ഈ സ്റ്റോക്ക് മാർക്കറ്റ് ഒന്നും നമുക്ക് ചേർന്നതല്ലെന്ന്. എന്തുകൊണ്ട്? ഏത് ജോലിയും ശരിയായ രീതിയിൽ ചെയ്താൽ നല്ല ആദായം ലഭിക്കും. ലാഭവും നഷ്ടവും ഏത് പദ്ധതിയിലും സംഭവിക്കാം. അല്ല മോളെ, അപ്പൊ നീ പറഞ്ഞു വരുന്നത് ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ നിക്ഷേപിക്കണം എന്ന് തന്നെയാണോ? ഞാൻ ഉദ്ദേശിച്ചത് എല്ലാവരുടെയും ഭാവി സുരക്ഷിതമാക്കാൻ എന്തെങ്കിലും നിക്ഷേപം ഉണ്ടായിരിക്കുന്നത് നല്ലതാണ് എന്നാണ്. പക്ഷേ ശരിയായ രീതിയിൽ മനസ്സിലാക്കിയതിന് ശേഷമാവണം നിക്ഷേപിക്കേണ്ടത്. ഞാൻ കേട്ടത് കൂടുതൽ പണം നിക്ഷേപിച്ചാൽ കൂടുതൽ ആദായം ലഭിക്കുമെന്നാണല്ലോ. നമ്മുടെ കയ്യിൽ അത്രയ്ക്ക് പണമൊന്നും ഇല്ലല്ലോ. അങ്ങനെയല്ല അങ്കിൾ. ഒറ്റയടിക്ക് പണം നിക്ഷേപിക്കുന്ന കാര്യം മാത്രമല്ല, ചെറിയ സംഖ്യകൾ മാസം തോറും നിക്ഷേപിക്കുവാനുള്ള ഒരുപാട് പദ്ധതികളും ഉണ്ട്. അതെ ലക്ഷ്മി മോളെ, ഒരടിയന്തര ആവശ്യത്തിന് ഞങ്ങൾക്ക് പണത്തിന് ബുദ്ധിമുട്ടുണ്ടാവരുത്. അത് നിർബന്ധമാ. അതെ, അത് ശരിയാണ്. ഒരു അടിയന്തര ഘട്ടങ്ങളിൽ ആരെയും ആശ്രയിക്കേണ്ടി വരരുത്. അതൊരു നല്ല ചിന്തയാണ്. അതെ, ഞാൻ ആദ്യം ഒന്ന് മടിച്ചത് എന്താണെന്നറിയോ? നമ്മളെ മക്കൾ നോക്കുന്നുണ്ടെങ്കിലും അവരെ നമ്മൾ വിശ്വാസത്തിൽ എടുക്കുന്നില്ല എന്ന തോന്നൽ അവർക്കുണ്ടായാലേ അതുണ്ടാകാൻ പാടില്ലല്ലോ. മാത്രമല്ല, അവർ നമ്മളെ പരിപാലിച്ചിട്ടും നമ്മൾ അടിയന്തര ഘട്ടത്തിൽ കരുതലെടുക്കുന്നു എന്ന് കാണുമ്പോൾ അവർക്കതൊരു വിഷമാകത്തില്ലേ? ലക്ഷ്മി മോളെ, നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് നിനക്കറിയാലോ അല്ലേ? അതെ മുത്തച്ഛ, ഏത് തരത്തിലുള്ള അടിയന്തര സാഹചര്യങ്ങൾക്കും തയ്യാറായിരിക്കണം. അതിലൊരു തെറ്റുമില്ല. ആ മോളെ, നിന്റെ വാക്കുകൾ എനിക്ക് പ്രചോദനമായി കേട്ടോ. കേട്ടു. ഓ, ഇനി ഒരു കാര്യം കൂടി. ആ, എന്താ അത്? മോള് പറ. പറ. അത് എന്റെ ഓഫീസിലുള്ള ഒരു കുട്ടിയെക്കുറിച്ച് ഞാൻ പറഞ്ഞത് മുത്തച്ഛൻ ഓർക്കുന്നില്ലേ? അത് എനിക്ക് ഓർമ്മയുണ്ട്. ആദ്യ ദിവസം നീയുമായിട്ട് ചങ്ങാത്തം കൂടിയ കുട്ടിയല്ലേ? അതെ, ഇന്ന് ഞാൻ അവളുടെ അമ്മയെ കണ്ടു. ഈ കഥ ഞാൻ മുത്തച്ഛനോട് പറഞ്ഞതുപോലെയല്ല. വളരെ ആവേശഭരിതമാണ് ഈ കഥ. അല്ല, ആ കുട്ടി എന്തോ ചെയ്ത്? അവളാണ് നമ്മുടെ കഥയിലെ നായിക. കൂടുതൽ മനസ്സിലാക്കാൻ നമുക്കവളെ വേറൊരു പേരിട്ട് വിളിക്കാം. അങ്ങനെയെങ്കിൽ സുനിത, നമുക്കവളെ സുനിത എന്ന് വിളിക്കാം. എടാ സുധാര, നീ കോളേജിലെ സുനിത ഇതുവരെ മറന്നില്ലല്ലേടാ കൊഞ്ചു കള്ള. ഒന്ന് പോവരുത. അങ്ങനെയൊന്നുമല്ല. അങ്ങനെയൊന്നും അല്ലെങ്കിലേ പിന്നെ എങ്ങനെ അവളെ പേര് നിന്റെ നാവിന്റെ തുമ്പത്തിങ്ങനെ വന്നു? നീ അത് പറ. ദേ വരുത, കൊച്ചുങ്ങളുടെ മുന്നിൽ വെച്ച് എപ്പോഴും ഇങ്ങനെ പറയുന്നത് ശരിയല്ല കേട്ടാ. ശരി, നമുക്കവളെ സുനിതയെന്ന് തന്നെ വിളിക്കാം. അപ്പോൾ കഥ ഇങ്ങനെയാണ്. സുനിത ഒരു സാധാരണ കുടുംബത്തിലെ കുട്ടിയായിരുന്നു. അവൾ പഠിത്തത്തിൽ മിടുക്കിയായിരുന്നു, സ്മാർട്ടായിരുന്നു. എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള കുട്ടിയായിരുന്നു. പക്ഷേ നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ സംഭവിക്കുന്നത് പോലെ ഒരു 22 വയസ്സായപ്പോൾ അവളുടെ വിവാഹം കഴിഞ്ഞു. അവൾ വീട്ടുകാര്യങ്ങളും മറ്റും നന്നായി കൈകാര്യം ചെയ്തിരുന്നു. അല്ല ലക്ഷ്മി മോളെ, ഇതിലെന്താ ഇത്ര പ്രത്യേകത ഇരിക്കുന്നത്? നമ്മുടെ നാട്ടിലെ മിക്കവാറും സ്ത്രീകളും ഇതൊക്കെ അല്ലേ ചെയ്യുന്നത്? അതൊക്കെ ശരിയാണ് മുത്തച്ഛ. പക്ഷേ 50-55 വയസ്സായപ്പോൾ അവളുടെ മനസ്സിൽ പല ചിന്തകളും കടന്നുകൂടിയിട്ടുണ്ട്. ഓ, അപ്പോൾ ഈ കഥ സുനിതയുടെ വാർദ്ധക്യ ജീവിതത്തെ കുറിച്ചാണോ? അല്ല, ഇത് സുനിതയുടെ 2ാം യുവത്വത്തെ കുറിച്ചാണ് പറയുന്നത്. മോൾ ഈ കഥ അങ്ങ് തുടരൂ. ഈ മടയൻ കോളേജിലെ സുനിതയെ കുറിച്ച് ഓർത്തോണ്ടൊക്കെ ഇരിക്കുക. നീ കള്ളം പറയില്ല ഭരത. നീയല്ലേ
അവക്ക് പച്ചമാങ്ങയും പേരയ്ക്കയും മറ്റും കൊണ്ട് കൊടുത്തിരുന്നത്? അത് നിന്നെ സന്തോഷിപ്പിക്കാനായിരുന്നല്ലോ. ആ, നന്നായി, എന്നെ സന്തോഷിപ്പിക്കാൻ. മോളെ, നീ കഥ പറഞ്ഞേ. ഇവൻ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞോണ്ടിരി. അതെ, മുത്തച്ഛനും അങ്കിളിനും കേൾക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ആ സുനിതയെ ഇഷ്ടമായിരുന്നോ അല്ലയോ എന്നതിലല്ല കാര്യം. ഈ കഥ കേട്ട് കഴിയുമ്പോൾ നിങ്ങൾ രണ്ടുപേരും സുനിതയുടെ ഫാൻസ് ആകും. ആണോ മോളെ? എന്നാ മോള് ആ കഥ അങ്ങോട്ട് പറഞ്ഞാട്ടെ. പറയാലോ. സുനിതയ്ക്ക് ഒരു ഏകദേശം 40 വയസ്സായപ്പോൾ അവളുടെ ഭർത്താവ് മരണമടഞ്ഞു. അങ്ങനെ അവരുടെ മക്കൾക്ക് അവൾ അച്ഛനും അമ്മയുമായി. ഓഹോ, അങ്ങനെയാണോ അവരുടെ ജീവിതം മാറി മറിഞ്ഞത്? അല്ല, ശരിക്കുമുള്ള ട്വിസ്റ്റ് അവർക്ക് 57 വയസ്സായപ്പോഴാണ്. മക്കൾ അവരവരുടെ ജീവിതത്തിൽ ബിസിയായി. ഈ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലാതെയായി. അപ്പോഴാണ് അവൾ മനസ്സിലാക്കിയത് വീട്ടുകാര്യങ്ങളൊക്കെ നോക്കിയിരുന്ന സമയത്ത് സ്വന്തം കാര്യം നോക്കാൻ മറന്നു എന്ന്. അവർക്ക് ശരീരഭാരം കൂടി, മാംസപേശികൾക്ക് വേദനയും ഏകാന്തതയൊക്കെ അനുഭവപ്പെട്ടു. ശരിയാ, എനിക്കും മനസ്സിലാവുന്നുണ്ട്. നമുക്ക് പ്രായം കൂടുന്തോറും നമുക്കും ഏകാന്തത അനുഭവപ്പെട്ടു തുടങ്ങും. ഈ അവസരങ്ങളിൽ ഒരു സുഹൃത്തുണ്ടെങ്കിൽ അവർക്കൊരു താങ്ങാവും, അല്ലേ സുധാകര? പുരുഷന്മാർക്ക് പെട്ടെന്ന് സൗഹൃദമുണ്ടാക്കാൻ കഴിയും. പക്ഷേ നമ്മുടെ സമൂഹത്തിലെ സ്ത്രീകൾക്ക് ഏറെക്കാലം വീട്ടമ്മമാരായി ജീവിച്ച് പിന്നെ ആ പ്രായത്തിൽ തന്നെ സൗഹൃദമുണ്ടാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് നമ്മുടെ സമൂഹത്തിൽ തീർത്ഥാടനങ്ങൾക്കൊക്കെ പോകണമെന്ന് പറയുന്നത്. ഇതുവഴി കുറെ നല്ല സൗഹൃദങ്ങൾ കിട്ടും. അതൊക്കെ ശരിയാണ്. പക്ഷേ ഈ പ്രായത്തിൽ സുനിതാജിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. രാവിലെ നടക്കാൻ പോയിട്ട് തിരികെ വരുമ്പോൾ അവർക്ക് വല്ലാത്ത ശാരീരിക വേദനയായിരുന്നു. അവരുടെ ബുദ്ധിമുട്ട് കണ്ട് മക്കൾ അമ്മയോട് പറഞ്ഞു വിശ്രമമെടുക്കാൻ. അങ്ങനെ വന്നപ്പോൾ ആ വിശ്രമ ജീവിതം മനസ്സ് പല ചിന്തകളിലോട്ടും അലഞ്ഞു തിരിഞ്ഞു. ചില സമയങ്ങളിൽ മകനെ വിവാഹം കഴിപ്പിക്കണമെന്ന ചിന്ത, അത് കഴിഞ്ഞിട്ട് വേണം തീർത്ഥാടനത്തിന് പോകാൻ. മറ്റു ചിലപ്പോൾ തോന്നും ഇതൊക്കെ മതിയാക്കി എല്ലാവരും അവരവരുടെ കാര്യങ്ങൾ നോക്കി ജീവിക്കുന്നു എന്ന്. ആർക്കും എന്നെ ആവശ്യമില്ല, മരിക്കുന്നതാണ് നല്ലത്. അപ്പോ മരണത്തെക്കുറിച്ചൊക്കെ അവർ ആലോചിക്കാൻ തുടങ്ങിയോ? അതെ, സ്വസ്ഥതയോടെ ആരോട് സംസാരിക്കാൻ പോലും ആരും ഉണ്ടായിരുന്നില്ല. ഓരോ ജോലിക്കും അതിൻ്റെതായ ചിട്ടകളുണ്ട്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് എപ്പോഴും തിരക്കാണ്. അവരെയും കുറ്റം പറയാൻ പറ്റില്ലല്ലോ. അതെ, കുട്ടികൾ പരമാവധി ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അവർക്ക് ഒരു ജീവിതം ഇല്ലേ? അവർക്കെല്ലാം ഇപ്പോഴും പ്രായമായവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് നീങ്ങാൻ പറ്റുമോ? നിങ്ങളുടെ രണ്ടുപേരുടെയും കാര്യം പറഞ്ഞാൽ രണ്ടു വശങ്ങളും ചിന്തിക്കും. സുനിതാജി ഒരു ദിവസം കണ്ണാടിക്ക് മുമ്പിൽ നിന്നപ്പോഴാണ് അവരുടെ ജീവിതത്തിന്റെ മറുവശം കണ്ടത്. അവർ ചിന്തിച്ചു, ഇങ്ങനെയൊരു വാർദ്ധക്യം ഞാൻ ചിന്തിച്ചിരുന്നോ? എല്ലാവരും ചെറിയ പരീക്ഷകൾക്ക് തയ്യാറാകും. പക്ഷേ ഞാൻ ജീവിതത്തിന്റെ ഈ ഘട്ടത്തെക്കുറിച്ച് തയ്യാറെടുത്തിട്ടേയില്ല. ഇപ്പോൾ ഈ ഘട്ടത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ ഒരു ഒളിച്ചോട്ടത്തിനായി ശ്രമിക്കുന്നു. അന്നവർ ഒരു തീരുമാനമെടുത്തു. ഒളിച്ചോട്ടം ഒരു പരിഹാരമല്ല, ഈ പരീക്ഷയിൽ വിജയിച്ചേ മതിയാകൂ എന്ന് ചിന്തിച്ചു. എന്നിട്ടെന്താ, അവർ ജിമ്മിൽ ചേർന്നു. ഓ, അപ്പൊ ഇതാണ് നമുക്ക് പ്രചോദനം നൽകുന്നത് അല്ലേ? അതല്ല മുത്തച്ഛ, ഇപ്പോ പ്രായമായവരെല്ലാം ജിമ്മിൽ പോകാറുണ്ട്. എന്നിട്ട് ജിമ്മിൽ എന്താ അവർ ചെയ്യുന്നത്? ചെറിയ ചെറിയ വ്യായാമങ്ങൾ, ചെറിയ സൂംബ മൂവ്മെന്റ്സ്, യോഗ, പിന്നെ പ്രാണായാമ മുതലായവ. അല്ലാതെ പിന്നെ ജിമ്മിൽ വേറെ എന്തൊക്കെയാ ചെയ്യാ? അത് ശരി, ഇനിയല്ലേ കാര്യത്തിലോട്ട് കടക്കുന്നത്. ഇതൊക്കെ സുനിതാജി ഒരു വർഷത്തോളം പൂർണ്ണ സമർപ്പണത്തോടെ തുടർന്നു. വെയിറ്റൊക്കെ ബാലൻസ്ഡായി, ജീവിതത്തോടുള്ള മനോഭാവം മാറി, വളരെ പോസിറ്റീവായി. അങ്ങനെ ധൈര്യപൂർവ്വം ജിം ട്രെയിനറോട് പറഞ്ഞു വെയിറ്റ് ട്രെയിനിങ് ചെയ്യണമെന്ന്. അല്ല, ഈ വെയിറ്റ് ട്രെയിനിങ് എന്ന് പറയുന്നത് ഡംബൽസ് എടുക്കുന്നതാണോ? അതേ മുത്തച്ഛ, ചെറിയ ഡംബൽസ്, പിന്നെ അഡ്വാൻസ് വെയിറ്റ് ലിഫ്റ്റിംഗ്. എന്നിട്ട് 60 വയസ്സ് തികയുന്നതിന്റെ അന്ന് അവരുടെ പ്രായത്തിലുള്ള വിഭാഗത്തിൽ സംസ്ഥാന ഗോൾഡ് മെഡൽ കരസ്ഥമാക്കി. അപ്പോൾ കഥയുടെ അവസാനം പ്രചോദനം നൽകുന്നതാണ്. ഇല്ല അങ്കിൾ, കഥ തീർന്നിട്ടില്ല. കൂടെയുള്ളവർ അവരെ കളിയാക്കിക്കൊണ്ടേയിരുന്നു. പ്രായമായപ്പോഴാണോ പുതിയ ഹോബിയും എല്ലൊക്കെ തകരും, വയസ്സാം കാലത്ത് കിടപ്പു രോഗിയാകും എന്നൊക്കെ. പക്ഷേ ഗോൾഡ് മെഡൽ കിട്ടിയപ്പോൾ എല്ലാവരും നോക്കി നിന്നു. ഇന്ന് അവർക്ക് 69 വയസ്സായി. പല ഗോൾഡ് മെഡലുകളും കരസ്ഥമാക്കി. ഇന്റർനാഷണൽ മത്സരങ്ങളിൽ ദിവസവും 5 കിലോമീറ്റർ ഓടും.
അത്രയ്ക്ക് ഫിറ്റാണ് ഇപ്പോൾ അവർ. നിങ്ങളുടെ കോളേജ് സുഹൃത്ത് നമ്മുടെ ഈ സുനിതാജിയുടെ അടുത്തൊന്നും എത്തത്തില്ല കേട്ടോ. സുധാകര, അപ്പൊ ഒരു കാര്യം മനസ്സിലായോ? ചെറിയ ചെറിയ ചവിട്ടുപടികൾ എടുത്ത് ഭാവി സുരക്ഷിതമാക്കാം എന്നതാണ് തന്ത്രം. തീർച്ചയായും അതാണ് ശരി. നമുക്ക് ഏത് പ്രായത്തിലും ഇഷ്ടമുള്ളത് പഠിക്കാം എന്നതാണ് കാര്യം. അങ്ങനെയാണെങ്കിൽ പുതിയ നിക്ഷേപ പദ്ധതികളെ കുറിച്ച് ഞങ്ങൾക്കും പഠിക്കണം. നമുക്ക് അപകടങ്ങൾ ഒഴിവാക്കാൻ പറ്റില്ല, പക്ഷേ നമ്മുടെ തയ്യാറെടുപ്പുകൾ നിയന്ത്രിക്കാൻ നമുക്ക് കഴിയണം. അതുകൊണ്ട് ശ്രദ്ധ മുഴുവനും അടിയന്തര തയ്യാറെടുപ്പിനായി തുടരണം. അതായത് നാളെ ചെയ്യുവാനുള്ളത് ഇന്നേ ചെയ്യുക. ഞാൻ എൻ്റെ പെൻഷൻ 2 ഭാഗിക്കും. 1 ബാങ്കിൽ സുരക്ഷിതമായിരിക്കും, മറ്റത് ഒരു നിക്ഷേപത്തിലും ഇടും. കൊള്ളാം. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇന്ന് മുത്തച്ഛന് നല്ലൊരു നിക്ഷേപകനെ പരിചയപ്പെടുത്തി തരാം. എന്തു തന്നെ ആയാലും ഇന്ന് വളരെ ആസ്വദിച്ചൊരു ദിവസം തന്നെയായിരുന്നു കേട്ടോ. ആ സുധാകര, അലുവ തിന്നുന്നത് ഓർത്തത് കൊണ്ടാണോ? ഹേ അല്ലല്ല, കോളേജ് സുഹൃത്ത് സുനിതയെ ഓർത്തുകൊണ്ടാണ്. കൊച്ചി കള്ളൻ. ലക്ഷ്മി, നീയും എന്നെ കളിയാക്കുകയാണല്ലേ? സുഹൃത്തുക്കളെ, ഇന്നത്തെ വിഷയം അവസാനിപ്പിക്കാൻ സമയമായി. ഞങ്ങളുടെ ചർച്ച നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങളുമായി വിഷയം പങ്കുവച്ചതിൽ ഞങ്ങൾ സന്തോഷിക്കുന്നു. തീർച്ചയായും എല്ലാ കഥകളെയും പോലെ ഈ പരിപാടിയും അവസാനിക്കുന്നു. പക്ഷേ വിഷമിക്കാതെ അടുത്ത എപ്പിസോഡിൽ പുതിയ കഥകളുമായി വരുന്നതാണ് കേട്ടോ. ശരിയാണ്. അടുത്ത എപ്പിസോഡിൽ കൂടുതൽ തമാശ കഥകളുമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം. അടുത്ത എപ്പിസോഡിൽ കേട്ടുമുട്ടും വരെ നന്ദി, നമസ്കാരം. സൈനിങ് ഓഫ്. ഞാൻ ഭരതൻ മുത്തച്ഛൻ. ഞാൻ കൊച്ചുമകൾ ലക്ഷ്മി. നിങ്ങൾ ഇതുവരെ കേട്ടത് സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയത്തിന്റെ കീഴിൽ കമ്മ്യൂണിറ്റി റേഡിയോ അസോസിയേഷൻ നിർമ്മിച്ച അടൽ വയോ അഭ്യോദയ യോജന അടിസ്ഥാനമാക്കിയിട്ടുള്ള പരിപാടി. നിങ്ങൾക്കായി സമർപ്പിച്ചത് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിക. എപ്പിസോഡ് 22 അടിയന്തര തയ്യാറെടുപ്പ്. ശബ്ദം നൽകിയവർ മുത്തച്ഛൻ RJ നാഥ്, സുഹൃത്ത് പ്രവീൺ തിരുമുറ്റത്ത്, കൊച്ചുമകൾ ഹേന. ശബ്ദമിശ്രണം ശിവപ്രിയൻ. ആദരിച്ചിടണം, വഴിയിൽ വീടാതെ താങ്ങിടണം. കാലം പതുക്കെ എനിക്കും നിനക്കും പ്രായത്തിൻ ആധിക്യം സമ്മാനിക്കും.